ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നെയ്ച്ചോറിന്റെ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് കുക്കറിലെ ഉണ്ടാക്കാവേ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഈ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ നെയ്ച്ചോറിനുള്ള അരി ഒരു ചെറിയ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. ഏകദേശം ഞങ്ങളിപ്പോൾ ഇവിടെ 3 പേരുണ്ട്, അപ്പോൾ 2.25 ഗ്ലാസ് അളവിലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുതിരാൻ വെക്കുവാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ. അടുത്തത് പിന്നെ അതിന് ശേഷം നമ്മൾ ചില്ലി ചിക്കനിൽ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള മസാലയെല്ലാം പുരട്ടണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഒരു വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലുള്ള സാധനങ്ങളെല്ലാം. എന്നിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കൂടെ അതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം, മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഉപ്പുപൊടി ആവശ്യത്തിനുള്ളത് ഇടണം. പിന്നീട് ഒരു 2 ടീസ്പൂൺ സോയാ സോസ് അതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മുട്ട കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കോൺഫ്ലവർ നമ്മൾ ഒരു 3 ടീസ്പൂണോളം, 1/2 കിലോ ചിക്കന് ഞാൻ 3 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിതിലിടുന്നത് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. പിന്നെ കുരുമുളക് ഏകദേശം ഒരു 20 നമ്പർ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ച് പൊടിയാക്കി എടുത്തിട്ട് അതുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മളതിൽ സോയാ സോസ് 2 ടീസ്പൂണും കോൺഫ്ലവർ ഒരു 3 ടീസ്പൂണും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ കുറവാണ് വേണ്ടതുണ്ടെങ്കിൽ, നല്ല ക്രിസ്പി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഒരു 1.5 ടീസ്പൂണും മൈദ 1.5 ടീസ്പൂണും ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഫുള്ള് മൈദ അവോയ്ഡ് ചെയ്തിട്ട് കോൺഫ്ലവർ മാത്രമാണ് ഇട്ടിരിക്കുന്നത്, 3 ടീസ്പൂൺ. ഇപ്പോൾ ഇത് ഞാൻ പെപ്പർ കൂടി ഇട്ടു. ഇപ്പം നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിനുശേഷം പെപ്പർ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചിട്ട് അതുകൂടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു 2 ടീസ്പൂൺ 2-2.5 ടീസ്പൂണോളം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, പെരിഞ്ജീരകം വേണം, പിന്നെ 2 സവാള ക്ലീൻ ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഇതിലിപ്പോൾ ഞാനിതിൽ മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നെയ്ച്ചോറിന് വേണ്ടത് കുറച്ച് കാഷ്നട്ട്. ഇത്രയും സാധനങ്ങൾ നെയ്ച്ചോറിന് മതി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇരിക്കട്ടെ. നമ്മൾ നെയ്ച്ചോറ് കുക്കറിലെല്ലാം വെച്ച് അതിൻ്റെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കുക്കറിൽ വെച്ച് വരുമ്പോഴേക്കും ഇത് ഏകദേശം ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനൊരു 3 ടീസ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ടീസ്പൂൺ മൈദയും 1.5 ടീസ്പൂൺ കോൺഫ്ലവറും അങ്ങനെ മിക്സ് ചെയ്ത് കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ റെഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വെളുത്തിരിക്കണ പോലെ ഇരിക്കും. അതുകൊണ്ടിട്ട് ഞാൻ ചില്ലി പൗഡർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ഇതിൽ ഞാൻ ആഡ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 3 ടീസ്പൂണോളം നമ്മൾ കാശ്മീരി മുളക് പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇടുന്നത്. അപ്പോൾ ആ കാശ്മീരി മുളകിൻ്റേതായിട്ടുള്ള ആ റെഡ്നെസ് നമുക്കതിൽ കിട്ടും. ഇപ്പം ഞാനിതിങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം ഞാൻ അടുത്തത് നെയ്ച്ചോറിനുള്ള സവാള അതുപോലുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അതിനുശേഷം അത് കട്ട് ചെയ്ത് നേരിയതായിട്ട് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നെയ്ച്ചോറിന് അരി കുതിരാൻ വെച്ചിട്ടുള്ളത് വെള്ളം ഊറ്റി നന്നായിട്ട് വാർത്തെടുക്കണം. അതിനുശേഷം നമ്മൾ കുക്കറിൽ
കുക്കറൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെളുത്തുള്ളി, വലിയ ജീരകം ഇത്രയും ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതുകൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിനുശേഷം സവാള കൂടിയിട്ട് വഴറ്റണം. പിന്നീട് നമ്മൾ ഈ അരി കുതിർന്നത് വാർത്ത് വെച്ചിരിക്കുന്നത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഈ അരി ഒരുവിധം നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെന്ത് പോവാതിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം അരി കൂടി സവാള വഴന്ന് വന്ന പുറകെ അരി കൂടി ഒരു 3-4 മിനിറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ചില്ലി ചിക്കന് വേണ്ടി പെരട്ടി വെച്ചിരിക്കുന്ന മസാലയിൽ ഞാൻ മുളക് പൊടി ആദ്യം ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടി കൂടി, അത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേ. ഇപ്പം നമ്മൾ സവാള എല്ലാം കുക്കറിൽ നന്നായിട്ട് വഴന്ന് വന്ന പുറകെ വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടെ ഇട്ടിട്ട് അതിലിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്ന പുറകെ നമ്മൾ അരി കുതിർത്ത് വെച്ചത് നന്നായിട്ടൊന്ന് വാർത്തെടുത്തിട്ട് അരി കൂടെ ഒരു 3-4 മിനിറ്റ് വഴറ്റുക. അപ്പോൾ അങ്ങനെ അരി വഴറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വെന്ത് കുഴഞ്ഞു പോവാതിരിക്കും. ഒരു 4-5 മിനിറ്റ് അരി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം വെള്ളത്തിൻ്റെ അളവ് നമ്മൾ 2.25 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അത് കറക്റ്റ് അളവായിട്ട് കുക്കറിൽ വെന്ത് വരും. നമുക്ക് ഒരേ ഒരു വിസിൽ മാത്രം എടുക്കണം. അതിനുശേഷം ഇപ്പം ഞാൻ അരി കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഏകദേശം 5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ 2.25 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 5 ഗ്ലാസ്സിൽ ഒരു കുറച്ച് വെള്ളം കുറവാണ് എടുത്തിരിക്കുന്നത്. അത്രയും വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് പൊടിയും ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഒരേ ഒരു വിസിൽ മാത്രം വന്നാൽ മതി. വിസിൽ പോയി ആവി പോയി ഇതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് ഇരിപ്പുണ്ടാവും. അതിൽ നമുക്ക് വെന്ത് കുഴഞ്ഞു പോകത്തില്ല. വെള്ളത്തിൻ്റെ അളവും വളരെ കറക്റ്റായിരിക്കും. അപ്പോൾ ഞാനെപ്പോഴും സ്ഥിരമായിട്ട് ഇതേ അളവ് വെള്ളമാണ് എടുക്കുന്നത്. മെഷർമെൻറ്റ് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. എന്നിട്ട് അപ്പോൾ ഇതിൽ നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെയും വലിയ ജീരകത്തിൻ്റെ എല്ലാം ടേസ്റ്റും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്, നെയ്ച്ചോറാണിത്. ഇതിൽ നമുക്കിപ്പോൾ കുട്ടികൾക്കാണ് കൊടുക്കണമെങ്കിൽ ലാസ്റ്റ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വെള്ളം എടുക്കുന്നത് ഏകദേശം ഒരു 5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കർ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് കുക്കർ നന്നായിട്ട് മൂടി വെച്ച് ഗ്യാസ് മീഡിയം സിമ്മിൽ വെച്ച് വേവിക്കാവുന്നതാണ്. കറക്റ്റായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവായിരിക്കും 5 ഗ്ലാസ് വെള്ളം എന്നുള്ളത്. ഞാൻ എൻ്റെ എല്ലാ ജോലികളും ഒരേപോലെ കൊണ്ടുപോവുകയാണേ. ഇപ്പോൾ കുക്കർ ഇങ്ങനെ മൂടി വെച്ച് ആവി വന്നതിന് ശേഷം നമ്മളത് തുറന്ന് അതിലേക്ക് കാഷ്നട്ട് വറുത്തത് കോരിയിടുന്നു. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ കുക്കർ മൂടി വെച്ച് വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള സവാള, ഒരു 2 സവാളയും 2 ക്യാപ്സിക്കവും സാമാന്യം വലിയ സൈസിൽ തന്നെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാനിൽ ചിക്കൻ വന്നിട്ട് നമ്മൾ ഫ്രൈ ആകാൻ ഇടുന്നുണ്ട്. ചിക്കൻ എനിക്ക് 2 സെറ്റായിട്ട് ഇടേണ്ടി വന്നേ. ഇതിപ്പോൾ ഞാൻ സവാളയെല്ലാം ഈ അളവിൽ സാമാന്യം വലിയ ഇതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാനിട്ടു. അത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണേ. ഞാനിപ്പോൾ 2 സെറ്റായിട്ട് ചിക്കൻ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നോക്കിയാൽ എണ്ണ എനിക്ക് പാനിൽ ഫുള്ള് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട്, ഒരു 3 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട്
ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള. പിന്നെ ക്യാപ്സിക്കം, വലിയ സവാള വലുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഞാനിത് ഇപ്പോൾ കാഷ്നട്ട്, നെയ്ച്ചോറിനുള്ള കാഷ്നട്ട് വറുത്തെടുക്കുവാണേ. ഇതിങ്ങനെ ചിക്കനെല്ലാം വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് അതേ പാനിൽ തന്നെ സവാളയും ക്യാപ്സിക്കം, വെളുത്തുള്ളി ചോപ്ഡ്, നിങ്ങൾക്ക് സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ സ്പ്രിങ് ഓണിയൻ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇപ്പോൾ ഞാൻ കോൺഫ്ലവർ, പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ ഒരു 3 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സവാളയെല്ലാം വഴന്ന് വന്ന പുറകെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ, കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ട്, അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റാണ്. ഇപ്പം നമ്മളതിലേക്ക് ഉപ്പും കറക്റ്റായിരുന്നു. അതിലേക്ക് കാഷ്നട്ട് വറുത്തത് അങ്ങനെ കോരിയിട്ട് കൊടുത്താൽ മതി. അപ്പം നെയ്ച്ചോറിൻ്റെ ജോലി അങ്ങനെ കഴിഞ്ഞു. അപ്പം ഞാൻ അടുത്ത ഇതിൽ ക്യാപ്സിക്കവും സവാളയും വെളുത്തുള്ളി ചോപ്ഡും കൂടെ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതിലാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ ഒരു 2 ടീസ്പൂൺ സോയാ സോസും ഒരു 3 ടീസ്പൂണോളം ടൊമാറ്റോ സോസും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കോൺഫ്ലവർ ഞാനൊരു ബൗളിൽ ഒരു കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ കോൺഫ്ലവറിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അത്രയും വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് വെള്ളമേ ആഡ് ചെയ്തിട്ടുള്ളൂ, 1/4 ഗ്ലാസ് വെള്ളം ഏകദേശം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഗ്രേവി അധികം വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ചില്ലി ചിക്കനും റെഡിയാകും. ഇപ്പോൾ ഇതിൽ ഞാൻ കളറ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കാശ്മീരി ചില്ലി പൗഡറും മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കളറ് വേണം ഇതിപ്പോൾ ഞാൻ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കുവാണേ. കളറ് വേണം എന്നുണ്ടെങ്കിൽ കളർ പൊടി ഒരു നുള്ള് ആഡ് ചെയ്യാം. പക്ഷേ അത് ഒട്ടും ഹെൽത്തി അല്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും കളർ ആഡ് ചെയ്യാറില്ല. കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ഞാൻ ആഡ് ചെയ്യാറുള്ളത്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ സൂപ്പർ ആയിട്ടുള്ള നെയ്ച്ചോറും ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയണേ. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.